കൊഞ്ഞണം കാട്ടാറിങ്ങിയതല്ലത്. ശരിയായ നിലയിൽ തന്നെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഭാവി മനസ്സിലാക്കി ഇതുകൊണ്ട് എന്തുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ട് ശരിയായ അർത്ഥത്തിൽ ചിന്തിച്ചുകൊണ്ടിറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന, ഇനി കർണാടകയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വഹാബി സംഘങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ വ്യക്തികൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കാൻ പറ്റാത്തതാണ് സുന്നികളുടെ മാലമൗലിദുകൾ എന്ന് തെളിയിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഏറെ കൊട്ടിഘോഷിച്ച് ആക്ഷേപിക്കുന്ന മുഹയ്യദ്ദീൻ മാലയെ പറ്റി തന്നെ അങ്ങനെ സംവാദം നടത്താൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ആ ആൺകുട്ടികളെ പരസ്യമായി എല്ലായിടത്തും എന്നപോലെ ഈ വേദിയിൽ വെച്ചും ഞാൻ വെല്ലുവിളിക്കുകയാണ് IDF-ന്റെ പേരിൽ. ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവരവിടെ ഇരിക്കട്ടെ. നമ്മളെ മാതിരി പഠിച്ചു പോകാം. സംശയമുള്ളവർ സംശയമുള്ള രീതിയിൽ മനസ്സിലാക്കി പോകാം. ബഹിജ കിതാബ്, ശൈഖ് തങ്ങൾ ചൊല്ലിയ ബെയ്ത്തുകൾ തെക്കുമില്ല. ഇവ മനസ്സിലാക്കിയാൽ മതിയല്ലോ നമുക്ക്. അതിൽ അവലംബമുള്ളതല്ലാത്തത് മാലയിലൊന്നുമില്ല. ഒരാൾ ഏതെങ്കിലും കിതാബിനെ ഉദ്ധരിച്ച് ആ ഉദ്ധരിച്ചതാ ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അയാളുടെ ധർമ്മവും ചുമതലയും എന്താണ്? ആ കിതാബിലുണ്ടോ ആ ബെയ്ത്തിലുണ്ടോ എന്ന് നോക്കല. അതുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ധർമ്മ ഉത്തരവാദിത്വം തീർന്നു. ആ കിതാബിന്റെ ഉത്തരവാദിത്വം പിന്നെ കിതാബുകാരനും അതിനെ ന്യായീകരിക്കുന്നവരാണ് ഏറ്റെടുക്കേണ്ടത്. ഇവിടെ നാം ബഹിജയുടെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാം, തെക്കുമിലത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാം, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളവറുകൾ ചൊല്ലിയ ബെയ്ത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാം. ഇതിലേതെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ അവരോടൊക്കെ ന്യായമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംവദിക്കാൻ ന്യായമായ രീതിയിൽ തയ്യാറാണ്. ഒളിച്ചു കളിച്ചാവൂല, പരസ്യമായിരിക്കണം, ജനങ്ങൾക്ക് കേൾക്കാൻ സൗകര്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വിധത്തിൽ അത്തരക്കാരോട് നമുക്ക് പറഞ്ഞു തീരാം. പക്ഷേ സദസ്സിൽ ഒത്തുകൂടുന്ന സാധാരണക്കാർ ശുദ്ധരാണ്. തെറ്റിദ്ധരിപ്പിക്കലുകളും വസ്വാസുകളും കേട്ടുകൊണ്ട് വസ്വാസാകുന്നവരും ശുദ്ധരാണ്. അത്തരം ശുദ്ധർക്ക് അത് മതിയാവില്ല. ശുദ്ധർക്ക് കുറെ മനസ്സിലാക്കണമെന്നുണ്ടാവുമല്ലോ. അതിനുള്ള പ്രചോദനമെന്ന നിലക്ക് മാലയിലുള്ള വരികളിൽ കൂടുതൽ വിമർശിക്കപ്പെടുന്നത് മാത്രം നമ്മൾ എടുത്തിട്ട് അത് അവലംബ ഗ്രന്ഥങ്ങളുമായി തട്ടിച്ചിട്ട് നമുക്കതിനെ വിലയിരുത്താം. ബാക്കി പിന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ബഹിജ എന്ത്, തെക്കുമില എന്ത്, അവർ ചൊന്ന ബെയ്ത്ത് എന്ത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നിരവധി ബെയ്ത്തുകൾ ചൊല്ലിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളവറുകൾ. ശൈഖ് തങ്ങളവറുകളുടെ ക്രോഡീകരിക്കപ്പെട്ട ബെയ്ത്തുകൾ തന്നെ അനേകമുണ്ട്. പക്ഷെ ശൈഖ് തങ്ങളുടെ ബെയ്ത്തുകൾ ആരാണ് ശൈഖു തങ്ങൾ എന്നറിഞ്ഞു വേണം വിലയിരുത്താൻ. ശൈഖ് തങ്ങളുടെ ബെയ്ത്തുകൾ അവർ ചൊല്ലിയത് ഏതു രീതിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം വിലയിരുത്താൻ. അതാരുടെ മൊഴി അങ്ങനെ തന്നെ വിലയിരുത്തുള്ളൂ. ഞാൻ ഈ സദസ്സിൽ വെച്ച് എന്തോ എന്ന് പറഞ്ഞത് ഇവിടെ മുഴുവൻ കേട്ടവർക്കേ ബോധിക്കുള്ളൂ. ഇവിടെ തല മുതൽ അവസാനം വരെ കേട്ടവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഇതിത്തെ ഒരു തുണ്ടെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് അത് ഉദ്ധരിച്ചാൽ എന്നിട്ട് തോന്നിയാസം പറഞ്ഞാൽ അത് മറുപടി അർഹിക്കുന്നില്ല. ഇവിടെ തല മുതൽ അവസാനം വരെ ഇരിക്കുന്നവർക്കല്ലേ വിഷയം തിരിയുള്ളൂ. ഈ സദസ്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ സംസാരം. ഇതേപോലെ തന്നെയാണ് ശൈഖ് തങ്ങളുടെ ബെയ്ത്തും. ഒറ്റയ്ക്ക് ചൊല്ലിയതാണോ സദസ്സിൽ ചൊല്ലിയതാണോ വ്യത്യാസപ്പെട്ട് മനസ്സിലാക്കണം. മഹാനരുടെ ഏതവസ്ഥയിൽ ചൊല്ലിയതാണ് വ്യത്യാസപ്പെട്ട് മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് ചൊല്ലിയതാണെങ്കിൽ കുട്ടിക്കാലത്തെ അർത്ഥമാണ്, വലുപ്പകാലത്ത് ചൊല്ലിയതാണെങ്കിൽ വലുപ്പകാലത്തെ അർത്ഥമാണ്. വലുപ്പകാലത്ത് തന്നെ അവസ്ഥാന്തരങ്ങളിൽ ചൊല്ലിയതിനൊക്കെ ആ അവസ്ഥാന്തരങ്ങളുടെ മാനമാണ് നൽകുക. അത് മനസ്സിലാക്കിയിട്ട് ശൈഖ് തങ്ങളവറുകളുടെ എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടേത് മുഴുവൻ പ്രത്യേകിച്ചും വിലയിരുത്താൻ പറ്റൂ. വേറുള്ളവരിക്കട്ടെ, നമ്മളെ തന്നെ അങ്ങനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഔലിയാക്കന്മാരത് പ്രത്യേകിച്ചും അങ്ങനെ വിലയിരുത്താൻ പറ്റൂ. ശൈഖ് തങ്ങളുടെ ബെയ്ത്തുകൾ ധാരാളമുണ്ട്. ഫുആദും ബിഹി ശംസുൽ മഹബ്ബതി ത്വാലിഉ വലൈസ ലിനജ്മിൽ അദ്ലി ഫീഹി മവാഖിഉ എന്ന് തുടങ്ങുന്ന ഒരു ഐനിയ ഖസീദ, ഐനിയ ഖസീദ അൽ മൻദൂമ വസീല, അൽ ഖസീദത്തുൽ ഹിംദിയ, അൽ മൻദൂമത്തു ഷരീഫ തുടങ്ങിയിട്ടുള്ള പ്രത്യേക കാവ്യങ്ങൾ തന്നെയുണ്ട്. ബഹിജ കിതാബുമായി ബന്ധപ്പെടുത്തി ബഹിജയും തെക്കിമിലയും കാവ്യവും പറഞ്ഞതുകൊണ്ട് മിക്കവാറും ബഹിജ എന്ന കിതാബിന്റെ മാർജിനിൽ ഫുതൂഹുൽ ഗൈബും ആ ഫുതൂഹുൽ ഗൈബിന്റെ പിന്നണിയായി തെക്കിമിലയും അതിന്റെ പിന്നണിയിലായിക്കൊണ്ട് ശൈഖ് തങ്ങളുടെ ബെയ്ത്തുകളും ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ത്വബയുണ്ട്. ഈ ത്വബ ആണ് ഖാദി മുഹമ്മദ് എന്നവർ അവലംബമാക്കിയത് എന്ന് കണ്ണുള്ളവർക്കൊക്കെ ഇത് രണ്ടും തമ്മിൽ ഒത്തിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ കോപ്പി പുസ്തകം, ഒറ്റ കോപ്പി കിതാബ്. ആ കിതാബിൽ അവലംബ ഗ്രന്ഥം ബഹിജ, ബഹിജയുടെ സൈഡിൽ മാർജിനിൽ ഫുതൂഹുൽ ഗൈബ് ശൈഖ് തങ്ങളുടെ മറ്റൊരു കിതാബ്, ഫുതൂഹുൽ ഗൈബിന്റെ കൂടെ തെക്കിമില, തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്ത തെക്കിമില. ആ തെക്കിമിലക്കു ശേഷം ശൈഖ് തങ്ങളുടെ ഒരുപാട് കവിതകൾ. ഇത് ക്രോഡീകരിച്ചിട്ടുള്ള ത്വബ ആയിരിക്കും ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നിവർ അവലംബിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ത്വബയിൽ അല്ലാതെയുമുണ്ട് ബഹിജ ഒറ്റക്കും.
ഫുതൂഹുൽ ഗൈബും ബെയ്ത്തുകളും വേറെയും ബെയ്ത്തുകൾ അല്ലാതെയുമുള്ള പല ത്വബഅകളും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഇത്തരം ബെയ്ത്തുകളും ബഹ്ജയും തെക്കിമലയും ഒത്തു നോക്കിയാൽ അതിലില്ലാത്ത ഒരു വരിയും മുഹിയുദ്ദീൻ മാലയിൽ 155-ലില്ല. അതിലുള്ള പലതും ഒഴിവാക്കിയിട്ടുണ്ട് താനും. ഒഴിവാക്കിയത് അർത്ഥപൂർണമാണെന്നർത്ഥം. ഇദ്ദേഹത്തിൻ്റെ കവിത പോയിട്ട് രണ്ടാമത് പറയുന്നത് ഒന്നാമത്തത് അവർ ചൊന്ന ബെയ്ത്തിന്നും, ഒന്നാമത്തത് അവരുടെ ബെയ്ത്ത്. ശൈഖ് തങ്ങളവരുടെ ബെയ്ത്ത് പഠിക്കണം. ശൈഖ് തങ്ങളവരുടെ ബെയ്ത്ത് പല അവസ്ഥയിലുണ്ട്. അദ്ദേഹം ചൊല്ലിയ ബെയ്ത്തുകളിൽ ചിലത് വലഹൂഫി ഷത്ഹി, ശൈഖ് തങ്ങളവർക്കുള്ളതാണ് തൻ്റെ ഷത്ഹിൻ്റെ വേളയിൽ എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാം. ഔലിയാക്കന്മാർക്കുള്ള ഒരു പ്രത്യേക വേളയിൽ അവർ മൊഴിയുന്ന മൊഴികളാണ് ഷത്ഹി, ഷതഹാത്ത് എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ അവരുടെ ബെയ്ത്തിൽ ചെന്ന് ചാടിയാൽ അബദ്ധങ്ങൾ പിണയും. ഷത്ഹി, ഷതഹാത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ചില അവസ്ഥകളിൽ പറയുന്ന വാക്കുകൾ ആ വാക്കിൻ്റെ ബാഹ്യമായ അർത്ഥതലങ്ങളിൽ എടുത്താൽ അവർ കാഫിറാണെന്ന് വരെ വിധി എഴുതേണ്ടി വരും. അത്തരം അബദ്ധങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അനൽ ഹഖ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മൻസൂർ ഹല്ലാജ് എന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിം ഖലീഫ മുസ്ലിം പണ്ഡിതന്മാരുടെ ഫത്വ പ്രകാരം മൻസൂർ ഹല്ലാജിനെ കൊന്നത് ഹല്ലാജ് എന്നവർക്കുള്ള ആ വാക്യത്തിന്റെ അവസ്ഥയും ഉദ്ദേശവും മനസ്സിലാക്കാൻ ഒരിക്കലും ആ പണ്ഡിതന്മാർ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ്. വിമർശിച്ച പണ്ഡിതന്മാർ തയ്യാറാകാതിരുന്നത് കൊണ്ട്. അപ്പോൾ പണ്ഡിതന്മാരെ വിലയിരുത്തുമ്പോൾ, അവരുടെ വാക്കുകളെ വിലയിരുത്തുമ്പോൾ സന്ദർഭങ്ങൾ മനസ്സിലാക്കാതെ വാക്കിന് അർത്ഥകൽപ്പന നടത്തിയാൽ അബദ്ധം സംഭവിക്കും. ആ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശൈഖ് തങ്ങൾ അവരുടെ ബെയ്ത്തുകളിൽ എങ്ങനെയെന്ന് മനസ്സിലാക്കണം. ആ ബെയ്ത്തുകളിൽ പലതും ഷത്ഹിന്റെ അവസരത്തിലുള്ളതാണ് എന്ന് കാണാം. അത് കവിതയെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറയും വലഹൂഫി ഷത്ഹി, ഷത്ഹിൽ ശൈഖ് തങ്ങൾ അവർക്കുണ്ട്. അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്നത് ഷതഹാത്തിഹി, അദ്ദേഹത്തിന്റെ ഷതഹാത്തിൽപ്പെട്ടതാണ് എന്ന് ചിലയിടത്ത് കാണാം. എന്താണ് ഷത്ഹ്? ഇബാറത്തുൻ അൻ കുല്ലി കലിമത്തിൻ അലൈഹാ റായിഹത്തു റുഊന